ഈ പാകിസ്ഥാൻ വലിയ വെല്ലുവിളിയാണ്. ഞങ്ങളുടെ കയ്യിൽ വിമാനമുണ്ട്, റോക്കറ്റുണ്ട്, ആണവായുധമുണ്ട്, അങ്ങനെ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കയ്യിൽ എന്തെങ്കിലും ഒരു പന്നിപ്പടക്കമെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഈ പാകിസ്ഥാൻ്റെ വെല്ലുവിളി ലോകരാഷ്ട്രങ്ങളൊക്കെ ഒരു പരിഹാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സൈനിക ശക്തിയെ അല്ല പാകിസ്ഥാൻ എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ആകപ്പാടെ ഉള്ള അവരുടെ ഒരു നേട്ടം, അല്ലെങ്കിൽ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം അവർ ആണവശക്തിയാണ് എന്നുള്ളതാണ്. ഈ ആണവശക്തി തന്നെ എത്രത്തോളം സത്യമാണ്, എത്രത്തോളം അതിനകത്ത് വസ്തുതയുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം പാകിസ്ഥാനിലെ പല ശാസ്ത്രജ്ഞരും പണത്തിന് വേണ്ടി ആണവ സംബന്ധിയായ തങ്ങളുടെ അറിവ് മറ്റു പലർക്കും കൈമാറിയതായി, അല്ലെങ്കിൽ വിറ്റ് കാശാക്കിയതായിട്ടൊക്കെയാണ് ലഭിക്കുന്ന വിവരം. അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ പാകിസ്ഥാൻ്റെ ആണവശേഷി സംശയാസ്പദമാണ്. പിന്നെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഈ പന്നിപ്പടക്കം പോലെയുള്ള ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകാം. എന്നാലും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കമുള്ള ആണവ ഇന്ധനം അടക്കമുള്ളത് പാകിസ്ഥാൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്, സംശയാസ്പദമാണ്. ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ രാജ്യങ്ങളുടെ ആയുധശേഷി സംബന്ധിച്ച് താരതമ്യം ചെയ്യുന്നൊരു ഏജൻസിയുണ്ട്. അത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ആണ്. അവരാണ് അത് കണക്കെടുക്കുന്നത്. അതനുസരിച്ച് ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. 12ാമത്തെ സ്ഥാനമേ പാകിസ്ഥാനുള്ളൂ. അത് നമ്മളെ കാലാൾ കരസേനയുടെ കാര്യത്തിലും. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നോട്ട് നോക്കുന്നത് ചൈനയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ്. അതെ, അല്ലാതെ പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ ശത്രുവേ അല്ല. പാകിസ്ഥാന്റെ വിചാരം ഇന്ത്യ രാവിലെ എണീച്ച് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്തായാലും വളരെ രസകരമാണ്. അപ്പോൾ ഈ നമ്മുടെ കരസേന, നാവികസേന, വ്യോമസേന, ഈ 3 തലത്തിലും നമ്മൾ വളരെയധികം മുന്നിലാണ്. അതിൽ തന്നെ ഈ കരസേന നമ്മുടെ സക്രിയമായ, അതായത് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് അതിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ പറ്റുന്ന സൈനികരുടെ എണ്ണം, ഈ ഇന്ത്യൻ ആർമി ആ എണ്ണം എന്ന് പറയുന്നത് 14,55,550. അതേസമയം പാകിസ്ഥാന് അത് അർദ്ധ സൈനികരുൾപ്പെടെ 6,54,000 ഉള്ളൂ. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ പകുതി പോലും ഇല്ല. ഇനി നമുക്ക് കരുതൽ സൈന്യമുണ്ട്. ഈ സൈന്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള കരുതൽ സൈന്യമുണ്ട്. അത് തന്നെ 11,55,000 വരും. അത് പാകിസ്ഥാനില്ല. പിന്നെ നമ്മുടെ അർദ്ധ സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. CRPF പോലെയുള്ള അർദ്ധ സൈനികരുടെ എണ്ണം. ഇവിടെയാണെങ്കിൽ, പാകിസ്ഥാനിലാണെങ്കിൽ അർദ്ധ സൈനികരുടെ എണ്ണം 5 ലക്ഷമാണ്. പിന്നെ നമുക്കറിയാം പാകിസ്ഥാൻ താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രമാണ്. നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു പക്ഷേ UP പോലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെയോ ഒക്കെയുള്ള ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ അത്ര വലിപ്പമൊക്കെ ഉള്ളൂ പാകിസ്ഥാൻ. അതാണ് ഈ ആന വാതുറക്കുന്നത് പോലെ അണ്ണാൻ വാതുറന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ തിരിച്ചറിയേണ്ട കാര്യം. അതുപോലെ തന്നെ ടാങ്കുകളുടെ എണ്ണം. നമ്മൾ ഈ ടാങ്കുകൾ ഏറ്റവും അത്യന്താധുനികമായ T-20 അടക്കമുള്ള ടാങ്കുകൾ നമുക്കുണ്ട്. അത് ഈ ഭീഷ്മ എന്ന് പറയുന്ന ഒരു ടാങ്ക് മുതൽ തദ്ദേശീയമായിട്ട് നമ്മുടെ തന്നെ DRDO വികസിപ്പിച്ചെടുത്ത ടാങ്കുകളുണ്ട്. അത് 4201 നമ്മുടെ കൈവശം ഇരിക്കുന്നത്. ഈ വെറും സാധാരണ ടാങ്കുകൾ അമേരിക്കയൊക്കെ കണ്ടം ചെയ്യാൻ ഇട്ടിരിക്കുന്ന സാധനം വാങ്ങിക്കൂട്ടിയത് പാകിസ്ഥാൻ്റെ 2627 ഉണ്ട്. അത് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ നമുക്ക് കവചിത വാഹനങ്ങളുണ്ട് ഈ ടാങ്ക് കൂടാതെ. അത് 1,48,000 ആണ്. നമ്മളെ കവചിത വാഹനങ്ങൾ അറിയാലോ, ഉള്ളിലിരുന്ന് വെടിയേൽക്കാതെ നമുക്ക് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും. ഇവിടെ കവചിത വാഹനങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നത് വെറും 17,516 ഇതാണ് ഈ കവചിത വാഹനം. അതോടൊപ്പം തന്നെ മിസൈലിലാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കരുത്തുള്ളത്. അതെ, ഈ മിസൈൽ രംഗത്ത് നമ്മൾ വളരെ മുന്നിലാണ്. ഒരു പക്ഷേ ചില മേഖലകളിലൊക്കെ ചൈനയും അമേരിക്കയും റഷ്യയും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽ ചൈനയ്ക്കോ റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ പോലും അതിൻ്റെ ആക്യുറസി, നമ്മൾ അവകാശപ്പെടുന്ന അത്രയും ആക്യുറസി അവരുടെ കൈവശം ഇരിക്കുന്നത് അല്ല. അത് നാം കണ്ടതാണ്. ഇന്ത്യയിൽ നിന്നും ഈ
ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അതെ, അത് വാങ്ങുന്ന ഒരു ബ്രഹ്മോസ് സാഹചര്യമുണ്ട്. അടക്കമുള്ള മിസൈലുകൾ വാങ്ങുന്നു. ഈ മിസൈല് തന്നെ നമുക്ക് വലിയൊരു ശ്രേണിയുണ്ട്. അതായത് നമുക്ക് ക്രൂസ് മിസൈലുകളുണ്ട്. ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ആക്രവിലയ്ക്ക് ഈ പാകിസ്ഥാൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ, യുദ്ധോപകരണങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യ ഇവിടെ സ്വന്തമായി ഉണ്ടാക്കി വിൽക്കുകയാണ്. അതാണ് അത്രയും വലിയ, നമുക്ക് ശതകോടികളല്ല സഹസ്രകോടികളാണ് നമ്മുടെ വരുമാനം ആ രംഗത്ത് തന്നെ. ഈ മിസൈലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അഗ്നി എന്നൊരു മിസൈൽ നമുക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 5ാം തലമുറ മിസൈലാണ്. 1, 2, 3, 4, 5ാം തലമുറയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ അഗ്നി ശരിക്കും ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അത്രയും, അതിൻ്റെ ദൂരപരിധി എന്നൊക്കെ പറയുന്നത് 5200 കിലോമീറ്ററിന് അപ്പുറത്ത് പോയി ശത്രുവിന് നാശം വരുത്താൻ സാധിക്കുന്ന മിസൈലാണ് അതൊക്കെ. അത് നമ്മൾ വികസിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പൃഥ്വി 3 തലമുറ, 1, 2, 3. നമ്മൾ ഈ വിൽക്കുന്നതെല്ലാം 1ാം തലമുറയും 2ാം തലമുറയും ഒക്കെയാണ് നമ്മൾ വിൽക്കുന്നത്. ഇനി ഇത് കൂടാതെ ക്രൂസ് മിസൈലുകളുണ്ട് നമ്മുടെ കൈവശം. അതിലാണ് ഈ ബ്രഹ്മോസ് വരുന്നത്. അത് ശബ്ദാതിവേഗം, കര, കടൽ, ആകാശം, വ്യോമ പതിപ്പുകളുണ്ട്. അതായത് കരയിൽ നിന്ന് തൊടുക്കാം, കടലിൽ നിന്ന് തൊടുക്കാം, ആകാശത്ത് നിന്നും തൊടുക്കാം ബ്രഹ്മോസ് മിസൈൽ. ഇത് നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ നിർഭയ്, അതൊരു ദീർഘദൂര മിസൈലാണ്. ഇത് നമ്മുടെ കൈവശമുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്, നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മിടുക്കാണ് അതെല്ലാം. അതുപോലെ മറ്റ് മിസൈലുകൾ, തൃശൂല്, ആകാശ്, നാഗ് തുടങ്ങിയ മിസൈലുകൾ. ഇതിൽ ഈ തൃശൂലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലാണ്. അത് നമുക്ക് ആകാശത്തേക്കും വിടാൻ സാധിക്കും. നമ്മുടെ അതിർത്തി ലംഘിച്ചു വരുന്ന ഒരു വിമാനത്തെ അടിച്ചിടാനായിട്ട് ആ മിസൈൽ ഉപയോഗിക്കാം. തൃശൂൽ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ആകാശം ഉപരിതല വ്യോമ മിസൈലാണ്. അത് ഹ്രസ്വദൂരമല്ല, കുറച്ചുകൂടെ ദീർഘദൂരമുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് നാഗാണ്. നാഗിനെ കുറിച്ച് അടുത്ത കാലത്ത് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ടാങ്ക് വേദ മിസൈലാണ്. കൃത്യമായിട്ട് ടാങ്കുകളെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലാണ്. അത് ഗൈഡഡ്, അതായത് നമുക്കിവിടെ ഇരുന്ന് നിയന്ത്രിക്കാം. ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ടാങ്ക് അതിൻ്റെ ഗതി മാറ്റി മറ്റൊരു റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണോ തൊടുക്കുന്നത്, ആ തൊടുക്കുന്ന സ്ഥലത്തിരിക്കുന്ന പിന്നെ സേനാംഗത്തിന് അതിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പറ്റും, അതിനെ തിരിച്ചുവിടാനൊക്കെ പറ്റും. അത്തരത്തിലുള്ള മിസൈലുകളുണ്ട്. പാകിസ്ഥാൻ ഇതൊക്കെ വളരെ വളരെ കുറവാണ്. ഷഹീൻ പരമ്പരയിൽ ഷഹീൻ 1, 2, 3 തലമുറകളായി. 3ാമത്തേതിൻ്റെ ദൂരപരിധി തന്നെ 2750 കിലോമീറ്ററാണ്. നമ്മുടെ കൈവശം ഇരിക്കുന്നതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അതുപോലെ ഗോറി 1, 2, 3. അതുപോലെ ഹതഫ് എന്ന് പറയുന്നത് അത് 1 മുതൽ 9 വരെ എന്നാണ് പറയുന്നത്. അത് എന്താണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പിന്നെ അബബീൽ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. ഇത് ഇത്രയാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ള മിസൈൽ. നമുക്ക് ക്രൂസ് മിസൈലുണ്ട്, ഭൂഖണ്ഡാന്തര മിസൈലുണ്ട്, ഉപരിതല വ്യോമ മിസൈലുകളുണ്ട്. ഇതൊന്നും പാകിസ്ഥാൻ അവകാശപ്പെടാനില്ല. നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മിസൈൽ ശ്രേണി ഉപയോഗിച്ചാൽ തന്നെ പാകിസ്ഥാനെ ഒരു ചുടലപ്പറമ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ആണവായുധങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിൽ 170 ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കത് 164 ഉള്ളൂ. നമ്മൾ ആ കാര്യത്തിൽ വലിയ ഇത് കാണിക്കുന്നില്ല. ആണവായുധങ്ങൾ വലിയ തോതിൽ സംഭരിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്താനില്ല. എന്നാൽ നമ്മുടെ കൈവശമുള്ളത് ഏറ്റവും സാങ്കേതികമായിട്ട് ഏറ്റവും മികവുറ്റ, ഏറ്റവും ആധുനികമായ ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ ബോംബ്. ചർച്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഈ അവകാശവാദങ്ങളെല്ലാം ഇറാൻ മുഴക്കുന്ന ഒരു അവകാശവാദമുണ്ടല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ അമേരിക്കയെ ഞങ്ങൾ ആക്രമിക്കും, ഇസ്രായേലിനെ ഞങ്ങൾ തവിട് പൊടിയാക്കും. ഇസ്രായേലിന് ഒരു രാത്രി കൊണ്ട്, അതും അവർ സ്ത്രീകളെയാണ് പറഞ്ഞു കഴിച്ചത്, പോയി അടിച്ചിട്ട് വരും. അതെ, ഇവിടെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ കാണുമ്പോൾ എനിക്കും തോന്നുന്നത് അതാണ്. അതുപോലെ വ്യോമസേന എടുത്താലും അജഗജാന്തരമുണ്ട് വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അതായത് ഇന്ത്യയിൽ ആകെ വിമാനങ്ങൾ 2229 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് ആകെ വിമാനങ്ങൾ 1399. അതിൽ യുദ്ധവിമാനങ്ങൾ 328, ഹെലികോപ്റ്ററുകൾ 373. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ 573, ഹെലികോപ്റ്ററുകൾ 899. ഇതാണ് വ്യോമസേനയുടെ കാര്യങ്ങൾ. അതിൽ പ്രധാന വിമാനങ്ങളെന്ന് പറയുന്നത് നമുക്ക് റഫേലുണ്ട്, സുഖോയ് ഉണ്ട്, തേജസ് ഉണ്ട്, 30 MK1 എന്ന് പറയുന്ന വിമാനമുണ്ട്. അവിടെയാണെങ്കിൽ JF-17 ഉണ്ട്, F-16 ഉണ്ട്, J-10C ഉണ്ട്. ഇതാണ് പാകിസ്ഥാൻ്റെത്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെയല്ല. റഫേലിൻ്റെ ഒന്നും അടുത്തെത്താനുള്ള ഒരു ശക്തി ഇവയ്ക്കില്ല.
എന്നുള്ളതാണ്. നാവികസേന അതുപോലെ തന്നെ ആകെ യുദ്ധക്കപ്പലുകൾ നമ്മുടെ കൈവശം 293 ഉണ്ട്, പാകിസ്ഥാന് 36 ഉള്ളൂ. അതുപോലെ തന്നെ മുങ്ങിക്കപ്പലുകൾ നമ്മുടെ കയ്യിൽ 18 ഉണ്ട്, പാകിസ്ഥാനിൽ 8 ഉള്ളൂ. അതുപോലെ തന്നെ വിമാനവാഹിനി പാകിസ്ഥാന് 0 നമുക്ക് വിമാനവാഹിനി INS വിക്രമാദിത്യയുണ്ട്, INS വിക്രാന്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആണവ മുങ്ങിക്കപ്പലുകളുണ്ട് 2 അത് പാകിസ്ഥാനില്ല. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മുങ്ങിക്കപ്പലുകൾ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളും സ്റ്റെൽത്ത് അന്തർവാഹിനികളുമൊക്കെ ഉണ്ട്. അതായത് ഈ റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന വിമാനങ്ങളും അന്തർവാഹിനികൾ നമ്മുടെ കയ്യിലുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ അതില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഏറ്റവും പുതിയ റഡാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റെൽത്ത് വിമാനങ്ങളും സ്റ്റെൽത്ത് അന്തർവാഹിനികളും കണ്ടുപിടിക്കാൻ കഴിയും. കാരണം അത് വന്നാൽ ഈ റഡാറിൽ നിന്ന് വരുന്ന തരംഗങ്ങളെ പിടിച്ചെടുത്ത് അത് തിരിച്ചയക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ആ ടെക്നോളജിയുടെ പേരാണ് ഈ സ്റ്റെൽത്ത്. ആ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ള വിമാനങ്ങളും അന്തർവാഹിനികളും പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു പുതിയ റഡാർ സംവിധാനം ലോകത്ത് വികസിപ്പിച്ചത് ഭാരതം മാത്രമാണ്. മറ്റൊരു രാജ്യത്തിനും അത് അവകാശപ്പെടാനില്ല. അമേരിക്കയ്ക്കില്ല, ഇസ്രയേലിനില്ല, ചൈനയ്ക്കില്ല, റഷ്യയ്ക്കില്ല എന്നാണ് നമ്മുടെ അറിവ്.